ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആയിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചത്. പക്ഷെ ഇന്നലെ രാത്രി ആയതുകൊണ്ട് എനിക്കിതിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിനുശേഷം ഈ പുറത്തുനിന്ന് വന്നവരുടെ സത്യത്തിൽ ഈ സീസണിൽ നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് സീസൺ 7 എവിക്റ്റ് ആയവരുടെ ഗെയിമാണ് അവിടെ ഉണ്ടായിരുന്നവരെക്കാൾ വലുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് ഈ ആഴ്ച എവിക്റ്റ് ആയി പോയവർ തിരിച്ചു വന്ന് കളിച്ച ആ ഒരു കളി, ഇനി ഈ എവിക്റ്റായി പോയവരെല്ലാം തിരിച്ച് വീണ്ടും പുറത്തിറങ്ങുമല്ലോ. നിങ്ങളൊക്കെ ഈ പുറത്തുനിന്ന് അകത്തോട്ട് കയറിയത് നിങ്ങളുടെയൊക്കെ ആ ഒരു പേരുകളൊക്കെ ഈ കട്ടപ്പ പേര് കുട്ടപ്പയാക്കാനും പിന്നെ അങ്ങോട്ട് മറ്റ് പല പേരുകളും കുത്തിത്തിരിപ്പ് പേരുള്ളവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങോട്ട് വൈറ്റ് വാഷ് ചെയ്ത് ഇനി അങ്ങോട്ട് നല്ല ജീവിതം ജീവിക്കാം എന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേറി കാണിച്ചതാണ് ഏറ്റവും വലിയ നാറിയ കളി. അമ്മാതിരി ചീപ്പ് കളിയായിപ്പോയി. ഇതുപോലൊരു റിയാലിറ്റി ഷോ കണ്ടിട്ട് നമ്മൾ ഇത്രയും ടെമ്പേർഡൊന്നും ആവണ്ട, ഇത്രയും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തോന്നും. പക്ഷേ ഇവരും ഒക്കെ ഈ ഒരു സീസൺ ഈ ഒരു ഹൗസിനകത്ത് റീ എൻട്രി കിട്ടി വന്നിട്ട് എങ്ങനെ തോന്നുന്നത്? നിങ്ങളൊക്കെ പറയുമല്ലോ ഒരു പെണ്ണാണ് പുറത്ത് ജീവിതമുണ്ട് എന്ന്. അതേ കണക്ക് ഈ പറയുന്ന പുറത്തെ PR-ന്റെ ഒരു കാര്യവും അറിയാത്ത ഒരു പെണ്ണ് തന്നെയാണ് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പൊ ഉള്ളത്, അനുമോള്. ഈ അനുമോളെ ഇത്രയും സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അകത്ത് കയറിയത് പോലെ ഉള്ളൂ. പക്ഷെ ഇനിയിപ്പം നമ്മളൊക്കെ അല്ലെങ്കിൽ ആര് എത്ര ജെനുവിൻ ആയിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്താലും അവർ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അനുമോള് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രവുമല്ല, അത്രത്തോളം വൃത്തികെട്ട ഒരു രീതിയിലേക്ക് ഒരു നെഗറ്റീവ് ഒരു ഡീഗ്രേഡിങ് ഒരു സൈബർ ബുള്ളിങ്ങിന് നിങ്ങൾ എല്ലാവരും കൂടി അവരെ ഇട്ടുകൊടുക്കുന്നതൊക്കെയാണ് എനിക്കിപ്പോൾ തോന്നിയത്. ഏതായാലും ശരി, ഇന്നലെ നടന്നത് ഇപ്പോ ബിന്നി എങ്ങാണ്ട് ഇന്നലെ രാത്രി ലൈവില് പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആദ്യം എവിക്റ്റ് ആയത് അത് അനുമോള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ശക്തി പോലെ ഉണ്ട്, അങ്ങനെ എന്തോ. ശരിക്കും പറഞ്ഞാൽ മൊത്തം ഒന്നും ഇരുന്ന് കണ്ടില്ല. കാരണം ഇന്നലെ രാവിലെ തൊട്ട് ലൈവൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഈ സമൂഹത്തിൽ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ ആദിലയുടെ എവിക്ഷനും നൂറയുടെ നാടകവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അനുമോൾക്ക് എന്ത് സംഭവിച്ചു, അനുമോളെ കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് പുറത്തുനിന്ന് കയറി വന്നിട്ട് അവരുടെ നാടകം പൊളിഞ്ഞതും എല്ലാം നമുക്ക് ഇന്നലെ ലൈവിൽ കാണാമായിരുന്നു. നിങ്ങൾ ഇന്നലെ രാത്രി ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. അപ്പോൾ ഏതായാലും ശരി, സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംഭവം ആദിലയും നൂറയും ഷൈത്തിയും ഒക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഷോയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും പതുക്കെ ഇറങ്ങി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്.